UK ILRന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതാ പരിധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാക്കണോ എന്നതിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് ഒരു പബ്ലിക് കൺസൾട്ടേഷൻ തങ്ങൾ ആരായുമെന്ന് ലേബർ സർക്കാർ 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ആ പബ്ലിക് കൺസൾട്ടേഷൻ ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ്. UK പാർലമെന്റ് ഹോം അഫയേഴ്സ് കമ്മിറ്റിയാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ നടത്തുന്നത്. അതിനുവേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് അവർ അഭിപ്രായങ്ങൾ ഇന്നലെ മുതൽ ആരായാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവർ ഒരു ക്വസ്റ്റ്യനെയർ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം 3000 വേർഡ്സിൽ കവിയാതെ എഴുതി അവർക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമ്മിറ്റിയെ അറിയിക്കാനുള്ള അവസാന തീയതി എന്നുള്ളത് ഡിസംബർ 2 ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് ILR ആപ്ലിക്കേഷൻ മാറ്റാനാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ILR അനുവദിക്കുന്നതിന് മുമ്പായി ഈ കുടിയേറ്റക്കാർ UKക്ക് ആനുപാതികമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് ഈ മാറ്റങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ഗവൺമെന്റ് വാദിക്കുന്നത്. UKയിലെത്തി തൊഴിൽ ചെയ്യുക, നാഷണൽ ഇൻഷുറൻസ് സംഭാവനകൾ നൽകുക, കൂടാതെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി UK സമൂഹമായിട്ട് ഇടപഴകി പോകുന്നവരാണെന്ന് തെളിയിക്കുക, ഉയർന്ന ഇംഗ്ലീഷ് പ്രാവീണ്യവും ILRൽ പരിഗണിക്കുമെന്ന് ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് പറയുന്ന ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്ത് 5 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ILR സ്റ്റാറ്റസ് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത്. പുതിയ കുടിയേറ്റ ILR നിയമമാറ്റങ്ങൾ ആർക്കൊക്കെ ബാധകമാകും എന്നുള്ളത് ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് കാരണം എല്ലാവരിലും ഇപ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. ആദ്യമായി വീഡിയോ കാണുന്നവർക്കായിട്ട് കുടിയേറ്റക്കാർക്ക് UKയിൽ സ്ഥിരമായി താമസിക്കാനായിട്ട് അനുമതി നൽകുന്ന ഒരു കുടിയേറ്റ പദവിയാണ് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ILR. നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ PR. എലിജിബിൾ വർക്ക് വിസ കാറ്റഗറിയിലുള്ള ആളുകളും അവരുടെ ഡിപ്പെൻഡൻസിലുള്ള ഏകദേശം 90% ആളുകളും ILR കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ILR കിട്ടിയിട്ടുണ്ടെങ്കിലുള്ള മെച്ചമെന്ന് പറയുന്നത് UKയുടെ പബ്ലിക് ഫണ്ട്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ ടാക്സ് ക്രെഡിറ്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ILR കിട്ടി 1 വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് സിറ്റിസൺ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. നിലവിൽ ILR നേടുന്നതിനുള്ള കാത്തിരിപ്പ് കാലയളവ് എന്നുള്ളത് 5 വർഷമാണ്. UKയുടെ സാമ്പത്തിക സാമൂഹിക രംഗത്തുണ്ടായ മാറ്റമാണ് ഗവൺമെന്റിനെ ഇപ്പോൾ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം, അതായത് ടോറി സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം UKയുടെ സാമ്പത്തിക ഭദ്രത അത്ര നല്ല നിലയിലല്ല ഇപ്പോൾ. കൂടാതെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ പല പോളിസി പാളിച്ചകൾ മൂലം UKയിലുണ്ടായ അനധികൃത കുടിയേറ്റവും വർദ്ധിക്കുകയുണ്ടായി. ഇതുമൂലമുണ്ടായ സാമൂഹ്യ അരക്ഷിതാവസ്ഥയും ഗവൺമെന്റിന്റെ ഈ പോളിസി മാറ്റത്തിനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. 2021-24 കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം 20 ലക്ഷത്തോളം ആളുകളാണ് UKയിലേക്ക് കുടിയേറിയത്. ആ കുടിയേറിയവരിൽ ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ അടുത്ത 3.5 വർഷത്തിനുള്ളിൽ ILR സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്. ഇതാണ് ഗവൺമെന്റിനെ ഭയപ്പെടുത്തുന്നത്. ഇത്രയും ആളുകൾക്ക് 5 വർഷ കാലാവധി എന്നുള്ള ക്രൈറ്റീരിയ വെച്ച് ILR അനുവദിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് അത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. ബില്യൺ കണക്കിന് പൗണ്ട്സ് ആണ് UK ട്രഷറിയിൽ നിന്ന് ഇതുമൂലം സർക്കാരിന് നഷ്ടപ്പെടാൻ പോകുന്നത്. കൺസൾട്ടേഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കയറി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവർ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയായിരിക്കുമെന്നാണ് ഈ കമ്മിറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിലുള്ള ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ILR പാത്വേസിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റത്തിലൂടെ േക്കുള്ള കുടിയേറ്റത്തിനും അതുകൂടാതെ തന്നെ ILR നിരക്കിലും അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ബ്രിട്ടീഷ് ബിസിനസ്സുകളിലും തൊഴിലുടമകളിലും പുറത്തുനിന്ന് അതിവൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ILR സ്റ്റാറ്റസിനുള്ള കാലപരിധി ഉയർത്തുന്നതും കൂടാതെ തന്നെ കർശനമായ ആവശ്യ ഉപാധികളും UKയിൽ ഇതിനകമുള്ള കുടിയേറ്റ കുടുംബങ്ങളിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മാറ്റങ്ങൾ ഇന്റഗ്രേഷനിൽ കൊണ്ടുവരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏൺഡ് സെറ്റിൽമെന്റ് സ്റ്റാറ്റസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമ്മിറ്റി ഇതിലൂടെ ചോദിക്കുന്നുണ്ട്. ഡിസംബർ 2 നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമ്മിറ്റിയെ എഴുതി അറിയിക്കാനുള്ള അവസാന തീയതി. ഈ കമ്മിറ്റി നമ്മൾ സമർപ്പിക്കുന്ന എവിഡൻസുകളെ കാര്യമായിട്ട് പഠിച്ചിട്ട് ഗവൺമെന്റിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കൂടാതെ തന്നെ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച വരികയും ചെയ്യും. അതിനുശേഷമൊക്കെ മാത്രമേ എന്തെങ്കിലും ILRൽ പുതിയ അപ്ഡേറ്റുകൾ വരികയുള്ളൂ.